ഇതിൽ മകനെ തെറ്റിലേക്ക് പോകുന്നതിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. മകനെ തെറ്റിലേക്ക് പോകാതെ നല്ല രീതിയിലെ വളർത്തുന്ന ഒരു അമ്മ തന്നെയാണ്. മകനെ തെറ്റിലേക്ക് പറഞ്ഞു വിടുകയല്ല, മകൻ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയല്ല, ചെയ്യുന്ന സാഹചര്യങ്ങൾ കൊണ്ട് മകൻ അങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. മകനെ തെറ്റിലേക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, സാഹചര്യങ്ങളാണ് ഇവിടെ ഈ കുടുംബത്തിന് വേറൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് ചില സാഹചര്യങ്ങൾ മൂലം. അത് അമ്മയെന്നല്ല ആരാണെങ്കിലും ചിലപ്പോൾ സിറ്റുവേഷൻ നമുക്ക് എല്ലാവരും ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നു. അവർ സൂയിസൈഡ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്, സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെ ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ അത്തരത്തിലൊരു രീതിയിലാണ് പോണത് ഈ അമ്മയുടെ കഥാപാത്രം. നല്ലൊരു കുടുംബമാണ്, അത് വളരെ സ്നേഹമുള്ള അമ്മയും മക്കളുമാണ്. ഈ അമ്മയും മക്കളും സ്നേഹം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മളെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, പലരുടെയും കുടുംബങ്ങളിൽ പലതും സംഭവിച്ചു പോകുന്നു. നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളെയൊക്കെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായ കുടുംബങ്ങളിൽ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പോൾ ഞെട്ടലോടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാറുണ്ട്, അവർക്ക് അങ്ങനെ സംഭവിച്ചോ, അവരങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊരു അമ്മയാണ് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു സ്റ്റോറിയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മകനല്ലേ അല്ലെങ്കിൽ എൻ്റെ മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ക്ഷമിച്ചു വിടുന്നതിനോട് എന്താണ് അഭിപ്രായം? എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കും, കുറ്റം പറയും, ശാസിക്കും ഒക്കെ. സമൂഹത്തിൽ നമ്മളെ വീട്ടിൽ ഒക്കെ കാണുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരെ വഴക്ക് പറയും, അതിന്ന് തിരുത്തി കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതൊരു തെറ്റ് ചെയ്താൽ, അതായത് ഇപ്പൊ അവർക്ക് അപകടം പറ്റുന്ന രീതിയിലൊരു തെറ്റ് പറ്റിയാൽ ഏതൊരു അമ്മയും മകനെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. കാരണം ലോകത്തെ എല്ലാ അമ്മമാർക്കും അവർ മക്കൾ തന്നെയാണ് വലുത്. ഞാൻ പറഞ്ഞല്ലോ, തിരുത്താൻ ശ്രമിക്കും, നമ്മളെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇതൊക്കെ ചെയ്തിട്ടും അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്റെ ജീവന് പോലും ഭീഷണിയാവുന്ന വിധത്തിലൊരു സംഭവം വന്നാൽ അവരെ മകന്റെ സ്ഥാനത്ത്, മകന്റെ അടുത്ത് തന്നെ നിൽക്കുള്ളൂ. ഇല്ലേ? അങ്ങനെയല്ലേ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പറയുന്നത് തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ക്രിമിനൽ ആവുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ വാസന വരുന്നു. ഇത് അങ്ങനെ ഒരു കഥയല്ല. അല്ല, ഞാൻ കഥയുടെ അല്ലാതെ മൊത്തത്തിൽ നമ്മൾ അല്ല, അങ്ങനെ ഇപ്പൊ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ എല്ലാ അമ്മമാരും മക്കൾക്ക് സൈഡ് നിൽക്കുവോ? ഒരിക്കലും നിൽക്കില്ല. അവരതിലേക്ക് പോവാതിരിക്കാനല്ലേ നോക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മളെ കഥ അങ്ങനത്തെ ഒരു കഥയല്ല. ഈ കഥാപാത്രം തെറ്റിലേക്ക് പോകുന്ന ഒരു കഥാപാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ മയക്കുമരുന്നിന് അങ്ങനെ അടിമയായിട്ട് പോകുന്ന ഒരു കഥാപാത്രമല്ല. ഒരു കൊലപാതകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ, കൊലപാതക ഈ അമ്മയ്ക്കും മകനൊരു കൊലപാതകയല്ല. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്കും മകനൊരു കൊലപാതകയേ അല്ല. അതിന്റെ കാരണമാണ് അതിന്റെ കാരണം പറഞ്ഞപ്പോ ഞാനിവിടെ കഥ പറഞ്ഞു. അതിന്റെ കാരണമാണ് സിനിമ. അല്ല, ഡ്രഗ്സിനെതിരെ എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, ഡ്രഗ്സിന് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനുകൂലം എന്ന് പറയുമോ ആരെങ്കിലും? നമ്മളിത് സിനിമ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. ഇപ്പൊ ഒന്നിനും എതിരെ എന്നുള്ളതല്ല, ഒരു കഥയാണ്. ഈ കഥയിൽ ഡ്രഗ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മള് കൊലപാതകം വരുന്നുണ്ട്, സ്റ്റണ്ട് വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്, തമാശ വരുന്നുണ്ട്, ലവ് സോങ് വരുന്നുണ്ട്, പ്രണയം ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഒരു കഥയിലെല്ലാം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാം കാണുന്നത് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.